നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. കൂടുതൽ ആക്രമണ ഭീഷണിക്കിടെ യുദ്ധച്ചെലവിന്റെ കണക്കുകൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിനിടെ ബഹ്റൈനിലും കുവൈറ്റിലും വീണ്ടും അപകട സൂചനാ സൈറണുകൾ മുഴങ്ങിയതോടെ മേഖലയിലെ സുരക്ഷാ ആശങ്ക ശക്തമായിട്ടുണ്ട്. അതേസമയം ജനറിക് മരുന്നുകൾക്ക് 200% വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ ഫാർമ മേഖലയെ ആശങ്കയിലാഴ്ത്തുമ്പോൾ കേരളത്തിലെ MSME ഉൽപ്പന്നങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ വിപണിയിലെത്തിക്കാൻ ഫ്ലിപ്കാർട്ടും സംസ്ഥാന സർക്കാരും കൈകോർക്കുന്ന പദ്ധതിയും ശ്രദ്ധ നേടുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എപ്പോഴൊക്കെ ഇറാൻ അമേരിക്കൻ സൈനികരെ വധിക്കുന്നുവോ അപ്പോഴെല്ലാം ആ കൊലപാതകത്തിന് പല മടങ്ങ് വില നൽകേണ്ടി വരുമെന്ന് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ നിർദ്ദേശം സൈന്യത്തിനും മറ്റു ഉദ്യോഗസ്ഥർക്കും കൈമാറിയെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ വിശദീകരിച്ചു. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ അമേരിക്ക ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി തുടരുകയാണ്. ഇതോടെ മേഖലയിലെ സുരക്ഷാ ആശങ്കയും ആഗോള എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും വർദ്ധിക്കുകയാണ്. അതേസമയം അമേരിക്കയുടെ പുതിയ സൈനിക നടപടികളിൽ ഇസ്രായേൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനും നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നിലനിർത്താനുമാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇറാനെതിരായ സൈനിക നടപടികൾ ആരംഭിച്ചതിന് ശേഷം ഇതുവരെ അമേരിക്കയ്ക്ക് $37.5 ബില്യൺ ചെലവായതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വെളിപ്പെടുത്തി. സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ സാക്ഷ്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ചെലവ് മുൻ കണക്കുകളേക്കാൾ ഏകദേശം $8 ബില്യൺ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധച്ചെലവിൽ സൈനിക ഓപ്പറേഷനുകൾ, ആയുധ വെടിക്കോപ്പുകൾ, സൈനികരുടെ വേതനം, പരിപാലന ചെലവ് എന്നിവയും സെപ്റ്റംബർ 30 വരെയുള്ള പ്രതീക്ഷിക്കുന്ന ചില ചെലവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹെഗ്സെത്ത് വിശദീകരിച്ചു. നിലവിലെ യുദ്ധ നടപടികൾ തുടരാൻ കൂടുതൽ ധനസഹായം അനിവാര്യമാണെന്നും അദ്ദേഹം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ഇറാൻ യുദ്ധത്തിനായി അധിക പ്രതിരോധ ഫണ്ട് അനുവദിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ സെനറ്റിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. യുദ്ധത്തിന്റെ ലക്ഷ്യവും ദീർഘകാല തന്ത്രവും വ്യക്തമല്ലെന്ന വിമർശനവുമായി ഡെമോക്രാറ്റിക് അംഗങ്ങൾ രംഗത്തെത്തി. ഇതിനിടെ ഇറാനുമായുള്ള സംഘർഷം 11ാം ദിവസവും തുടരുകയാണ്. കുവൈറ്റിനും ബഹ്റൈനും നേർക്കുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ച് ഇറാൻ. ബഹ്റൈനിൽ ഇന്ന് 6ാം തവണയും അപകട സൂചനാ സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾ പൂർണ്ണമായും ശാന്തരായിരിക്കണമെന്നും ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ UAEയും ഖത്തറും ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ സഹോദര രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണെന്നും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് പുതിയ തീരുവ നയം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതി പ്രകാരം 2 വർഷത്തേക്ക് ജനറിക് മരുന്നുകൾക്ക് നിലവിലെ പോലെ 0% തീരുവ തുടരും. തുടർന്ന് 1 വർഷത്തേക്ക് 100% തീരുവയും അതിനുശേഷം സ്ഥിരമായി 200% തീരുവയും ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ മരുന്ന് നിർമ്മാണം ശക്തിപ്പെടുത്തുകയും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ട്രംപ് വ്യക്തമാക്കി. വിദേശ കമ്പനികൾ അമേരിക്കയിൽ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഈ തീരുമാനം പ്രേരിപ്പിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് വിതരണക്കാരിൽ ഒന്നായ ഇന്ത്യയ്ക്ക് ഈ പ്രഖ്യാപനം ദീർഘകാലത്തിൽ വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ വിപണിയിലേക്ക് ഏറ്റവും കൂടുതൽ ജനറിക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിയായ സൺ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, ലുപിൻ, ഔറോബിന്ദോ ഫാർമ തുടങ്ങിയവയ്ക്ക് പുതിയ നയം വരുമാനത്തെയും മത്സരക്ഷമതയെയും ബാധിച്ചേക്കും. ഇതോടെ ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ ഓഹരികളിലും സമ്മർദ്ദം അനുഭവപ്പെട്ടു. അതേസമയം 2 വർഷത്തെ ഇളവുകാലം ലഭിക്കുന്നതിനാൽ കമ്പനികൾക്ക് അമേരിക്കയിൽ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനോ
വിതരണ ശൃംഖല പുനഃസംഘടിപ്പിക്കാനോ അവസരം ലഭിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ദീർഘകാലത്ത് ഈ തീരുവ അമേരിക്കയിലെ മരുന്ന് വില വർദ്ധിപ്പിക്കാനും ആഗോള ഫാർമ വിതരണ ശൃംഖലയെ ബാധിക്കാനും സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കേരള ഉൽപ്പന്നങ്ങൾ US, യൂറോപ്യൻ വിപണികളിലെത്തിക്കാൻ പദ്ധതിയൊരുങ്ങുന്നു. സംസ്ഥാന സർക്കാരുമായി ഫ്ലിപ്കാർട്ട് സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ കേരളത്തിലെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് എളുപ്പത്തിൽ വിദേശ വിപണികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്ലിപ്കാർട്ടിന്റെ മാതൃകമ്പനിയായ വാൾമാർട്ടിന്റെ CSR പദ്ധതികളുടെ ഭാഗമായാണ് ഈ പദ്ധതി. നേരത്തെ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ വൃദ്ധി സ്കീമിന്റെ മാതൃകയിലാണ് കേരളത്തിലെ സംരംഭകർക്ക് ഇത് സഹായകമാകുക. നിലവിൽ പദ്ധതി സംബന്ധിച്ച നിർദ്ദേശം ഫ്ലിപ്കാർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതിയിൽ അർഹരായ സംരംഭകരെ കണ്ടെത്താൻ സർക്കാർ സഹായിക്കും. എന്നാൽ ഇതിന്റെ മറ്റ് ചെലവുകൾ വഹിക്കുക ഫ്ലിപ്കാർട്ട് തന്നെയായിരിക്കും. സംരംഭകത്വ വികസനം ഉൾപ്പെടെ സർക്കാർ ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ച വിവിധ മിഷനുകളുടെ ഭാഗമായാകും പ്രവർത്തനം. സംരംഭകർക്കും തൊഴിലാളികൾക്കും ഡിജിറ്റൽ ബിസിനസ്, ഓൺലൈൻ വിപണനം, പാക്കിംഗ്, ബ്രാൻഡിംഗ്, വിദേശ വിപണിയിലെ നിയമങ്ങൾ എന്നിവയിൽ സൗജന്യ പരിശീലനവും നൽകും. രാജ്യത്തിനുള്ളിൽ വിൽക്കാൻ ഫ്ലിപ്കാർട്ട് വഴി തന്നെ കൂടുതൽ സൗകര്യവും ഒരുക്കും. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത AI മോഡലായ ജെമിനൈ 3.5 ഫ്ലാഷ് സൈബർ പുറത്തിറക്കി ഗൂഗിൾ. ആഗോള സോഫ്റ്റ്വെയർ നെറ്റ്വർക്കുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന് അവകാശപ്പെടുന്ന ചെലവേറിയതുമായ സൈബർ സുരക്ഷാ മോഡലുകൾക്ക് ചെലവ് കുറഞ്ഞ ബദലാണിതെന്ന് ഗൂഗിൾ അവകാശപ്പെടുന്നു. AI കമ്പനികളായ ആന്ത്രോപിക്, OpenAI എന്നിവയുടെ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നതാണ് ഗൂഗിളിന്റെ നീക്കം. ഈ ലൈറ്റ് വെയ്റ്റ് സൈബർ സുരക്ഷാ മോഡൽ സോഫ്റ്റ്വെയറുകളിലെ നിർണായകമായ സുരക്ഷാ പഴുതുകൾ സ്വയം സ്കാൻ ചെയ്യാനും കണ്ടെത്താനും പരിഹരിക്കാനും രൂപകൽപ്പന ചെയ്തതാണെന്ന് കമ്പനി അറിയിച്ചു. കോഡ് മെന്റർ എന്ന തങ്ങളുടെ ആന്തരിക കോഡ് സുരക്ഷാ ഏജന്റിനെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്തതാണ് ഇത്. പൈതൃക റെയിൽപാതകളിൽ മലിനീകരണം തീരെയില്ലാത്ത ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കുന്നത് റെയിൽവേ പരിഗണിക്കുന്നു. ഊട്ടി, ഡാർജിലിംഗ്, കാൽക്ക, ഷിംല എന്നിവ ഉൾപ്പെടെ 30-ലേറെ ഇടങ്ങൾ ഇതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഭൂപ്രകൃതിയുടെ സവിശേഷത മൂലം ട്രാക്ക് വികസനം നടക്കില്ല. വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതും ലൈനുകൾ വലിക്കുന്നതും പ്രകൃതി ഭംഗി നശിപ്പിക്കും. നിരവധി തുരങ്കങ്ങളും കൊടും വളവുകളുമുള്ളതിനാൽ നിർമ്മാണവും ദുഷ്കരമാണ്. നിലവിൽ ഇവിടെ ഓടുന്ന ട്രെയിനുകൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നവയാണ്. ഇതിന് പരിഹാരമായാണ് നീരാവി മാത്രം പുറന്തള്ളുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾ പരിഗണിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും കരുത്തുള്ള ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞയാഴ്ചയാണ്. കേരളത്തിൽ പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സമഗ്രമായ പുതിയ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പാമ്പുകടിയേറ്റ രോഗികൾക്ക് സമയബന്ധിതമായി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി സംസ്ഥാന തലത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. പാമ്പുകടി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിലെ ആശുപത്രികളെ പ്രത്യേകമായി തിരിച്ചറിഞ്ഞ് റെഡ് ഫ്ലാഗ് സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കും. ഇത്തരം ആശുപത്രികളിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളും ആവശ്യത്തിന് ആന്റി വെനം ശേഖരവും ഉറപ്പാക്കും. കൂടാതെ വിദൂര പ്രദേശങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും ആന്റി വെനം ലഭ്യമാക്കി രോഗികളെ ദൂരെയുള്ള ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യം കുറയ്ക്കാനാണ് തീരുമാനം. ആശുപത്രികളെ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ ബന്ധിപ്പിച്ച് റഫറൽ സംവിധാനം കാര്യക്ഷമമാക്കും. പാമ്പുകടി കേസുകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനും ചികിത്സയിലെ കാലതാമസം നിരീക്ഷിക്കുന്നതിനുമായി പ്രത്യേക സംവിധാനവും ഒരുക്കും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ജനകീയ ബോധവൽക്കരണ പരിപാടികളും സ്കൂൾ തല പരിശീലനങ്ങളും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് പാമ്പുകടി മരണങ്ങൾ 0-ലേക്ക് എത്തിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രാമിന് 210 രൂപയും പവന് 1680 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,430 രൂപയായും 1 പവൻ സ്വർണത്തിന്റെ വില 1,07,440 രൂപയായും ഉയർന്നു. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,035 രൂപയും പവന് 88,280 രൂപയുമാണ്. വെള്ളിവില ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുകയാണ്. നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.